ആർട്സ് ഇൻ മൈ ഹാൻഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മനോഹരമായ വിളക്ക് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണല്ലോ ചിരട്ട. ആ ചിരട്ട ഉപയോഗിച്ച് ഇതുപോലെ മനോഹരമായൊരു വിളക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. അതോടൊപ്പം ഇത്തരത്തിലുള്ള രസകരമായ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിനായി നമുക്ക് 2 ചിരട്ടകളാണ് ആദ്യം ആവശ്യമായിട്ടുള്ളത്. അതിനെ നമ്മൾ ആദ്യം കത്തി ഉപയോഗിച്ച് അതിൻ്റെ പുറത്തെ ഭാഗങ്ങളെല്ലാം ഒന്ന് ചിരട്ടി കളഞ്ഞതിന് ശേഷം സാൻഡ് പേപ്പർ യൂസ് ചെയ്തൊന്ന് നന്നായിട്ട് ഉരച്ച് സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഈ 2 ചിരട്ടകളുടെയും വായ് ഭാഗം ഹാക്സോ ബ്ലേഡ് യൂസ് ചെയ്ത് നന്നായിട്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ചിരട്ടകൾ എടുക്കുമ്പോൾ അല്പം വലുത് നോക്കി എടുക്കുക. അതുപോലെ 2 ചിരട്ടകളും ഇങ്ങനെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പം ഇങ്ങനെ അമർന്നിരിക്കണം. ഈ കാണുന്ന പോലെ അമർന്നിരിക്കണം. ആ രീതിയിലുള്ള ചിരട്ടകൾ വേണം എടുക്കാൻ. അതിനുശേഷം ഈ കാണുന്ന പോലെ ചിരട്ടകൾ രണ്ടും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം പെൻ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് വട്ടത്തിന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം അടയാളപ്പെടുത്തതിൻ്റെ പുറത്തൂടെ ഈ ബ്ലേഡ് യൂസ് ചെയ്ത് ഒന്ന് ഷേപ്പിന് കറക്റ്റ് ആ ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. വൃത്തിക്ക് ക്ഷമയോടൊന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ബ്ലേഡ് അല്ലാണ്ട് കട്ട് ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത ഭാഗം സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരച്ച് ഒന്ന് സോഫ്റ്റാക്കി ഒന്ന് ഷേപ്പിനാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് ക്ലേ ആണ്. ഞാനിവിടെ മോഡലിംഗ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ശേഷം ഈ ക്ലേനെ ഈ കാണുന്ന രീതിയിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം 2 ചിരട്ടകളും തമ്മിൽ ഒന്ന് ഒട്ടിക്കുക. ഈ കാണുന്ന രീതിയിലൊന്ന് ഒട്ടിക്കുക. അതുപോലെ കുറച്ച് മാത്രം വെള്ളം യൂസ് ചെയ്യണം. അതുപോലെ കുറച്ച് ക്ലേ ഉപയോഗിച്ച് അകം ഭാഗത്തും പുറം ഭാഗത്തും ഈ കാണുന്ന പോലെ വിരൽ യൂസ് ചെയ്ത് ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കുക. ഒന്ന് നല്ല രീതിയിൽ ഉറച്ചിരിക്കുന്ന രീതിയിലൊന്ന് ബ്രഷൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ബ്രഷ് യൂസ് ചെയ്യാം. വിരൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായിരുന്നല്ലോ ഈ രീതിയിലൊന്ന് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് വേണം ഇത് ചെയ്യാനില്ലെങ്കിൽ ഒത്തിരി കുഴഞ്ഞു പോകും, ഉറപ്പ് കിട്ടത്തില്ല. അതുപോലെ ഈ കാണുന്ന പോലെ അകത്ത് കുറച്ച് ക്ലേ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കാർത്തിക വിളക്കില്ലേ അതിനെ ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ ഒട്ടിച്ചെടുത്ത ചിരട്ടയ്ക്ക് മുകളിൽ കുറച്ച് ക്ലേ ഒട്ടിച്ചതിന് ശേഷം അല്ലാണ്ട് കുറച്ച് ക്ലേ ഈ രീതിയിൽ ഈ ഒരു വണ്ണത്തിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. ഒരു കൊളുത്ത് രൂപത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചിരട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്ത് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം വിളക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതെല്ലാം ചെയ്തതിന് ശേഷം 1 ഡേ എങ്കിലും ഡ്രൈ ആവാൻ വെക്കുക. അതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രൈ ആയി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ടാണ് ബാക്കി വർക്കുകൾ ചെയ്തത്. അതിനുശേഷം ചിരട്ടയുടെ മുകൾ ഭാഗത്ത് കുറച്ച് മാത്രം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം ക്ലേ വണ്ണം കുറച്ച് പരത്തിയല്ല റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഈ ചിരട്ടയുടെ മുകൾ ഭാഗത്ത് ഒന്ന് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കുക. ഈ കാണുന്ന രീതിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അതേപോലെ നമ്മൾ ഈ ചിരട്ടയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു കൊളുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ചാടിയും പിന്നെ ഈ കാണുന്ന രീതിയിലുള്ളൊരു ചെയിനുമാണ്. ഈ ചെയിനിൽ പല ഭാഗത്തായിട്ടൊരു നിശ്ചിത അകലത്തിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ B7000 എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലൂ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ടോ ഈ കാണുന്ന രീതിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് പല ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ക്ലേയിൽ ഡിസൈൻ ചെയ്ത് മാറ്റി വെച്ച ഒരു സംഭവമല്ലേ അതിൻ്റെ പുറത്ത് ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഒരു ബ്ലാക്ക് കളർ കൊടുക്കുക. അതുപോലെ മഞ്ചാടി ഒട്ടിച്ചെടുത്ത ചെയിനുകളില്ലേ അത് മൊത്തത്തിൽ 3 എണ്ണം വേണം. താഴത്തെ ഹൂക്കിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് 2 എണ്ണവും മുകളിലത്തെ ഹൂക്കിൽ അറ്റാച്ച് ചെയ്യാൻ 1 വേണം. താഴത്തെ ഹൂക്കിൽ അറ്റാച്ച് ചെയ്യുന്ന 2 ചെയിൻസും പല ലെങ്ത്തിലായിട്ടും മുകളിലത്തേൽ അല്പം ലെങ്ത്ത് കൂട്ടിയാണ് എടുക്കേണ്ടത്. പിന്നെ വീഡിയോയിൽ കണ്ടതുപോലെ ആ ബ്ലാക്ക് കളർ അടിച്ചതിന് ശേഷം എൻ്റെ പുറത്ത് ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മഞ്ചാടികളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫുൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആവാൻ മാറ്റി വയ്ക്കുവാണ്. വാർണിഷ് അകത്തും പുറത്തും വിളക്കിലുമൊക്കെ നന്നായിട്ട് അടിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ.